ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകട സ്റ്റൈൽ കപ്പ മുട്ട ബിരിയാണിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുക്കറിലാണ് കപ്പ വേവിക്കുന്നത്. അതിന് കപ്പ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. കുറേയേറെ വെള്ളം വെച്ച് കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു 2 വിസിലാണ് അടുപ്പിച്ചത്. ഇതുപോലെ കപ്പ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കണം. ഒരു സവോളയാണിത്. കുറച്ച് സവോള നമുക്ക് മാറ്റി വെക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ഇതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം 4 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം. അപ്പം ഞാൻ മുട്ട എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ ഇതിനകത്ത് ഇട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ ഒരു കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എങ്കിലാണ് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കപ്പ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഇപ്പോൾ കൂട്ടി തന്നെ വെച്ചിരുന്നാൽ മതി. ഇതുപോലെ ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് തവി വെച്ച് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് അത് ശരിക്കും ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കപ്പ ബിരിയാണിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതുപോലെ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തവി വെച്ചാണെങ്കിലും നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സായി കൊടുത്താൽ മതി. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടിഭാഗമൊക്കെ മോളി വരുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. ഇനി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ പച്ച സവോളയും കൂടെ ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിന് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതുപോലെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ മുട്ട ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. വളരെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്